ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും കാത്തിരുന്നൊരു വീഡിയോ ആണ് ഐഫോണിൽ എങ്ങനെ ക്യാപ്കട്ടിൻ്റെ പ്രോ ഫീച്ചേഴ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യാം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നുമല്ല, ഫ്രീ ആയിട്ട് ഞാൻ പറയുന്ന ടെക് വഴി നിങ്ങൾക്ക് ഐഫോണിൽ ക്യാപ്കട്ടിൻ്റെ പ്രോ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് എൻഡ് വരെ കണ്ടാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ. നേരെ ഒരു ടു ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അതിനെ നിങ്ങൾ രണ്ട് ആപ്ലിക്കേഷനിലുണ്ട്. ഒന്ന് ക്യാപ്കട്ട്, അത് എല്ലാവർക്കും അറിയാം. ക്യാപ്കട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്ത ഞാൻ ഓൾറെഡി ഒരു വീഡിയോ റീജൻ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് കാണാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാതെ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം VPN, നിങ്ങൾ ഏതെങ്കിലും VPN യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഞാൻ പറയുന്ന ഒരു VPN നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രിക്കിന് വേണ്ടി യൂസ് ചെയ്യണം. VPN സൂപ്പർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്താൽ മതി. ടെലിഗ്രാമിൽ ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. വേണ്ടവർ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ്, ഈ രണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ക്യാപ്കട്ട് വർക്കാണെങ്കിൽ VPN കാര്യങ്ങൾ എന്നാൽ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ക്യാപ്കട്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ VPN ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം VPN നോർമലി നമ്മൾ കണക്ട് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പം ഇവിടെ ഫസ്റ്റസ്റ്റ് ലൊക്കേഷൻ ഡിഫോൾട്ടായിട്ടായിരിക്കും ഏതെങ്കിലും ലൊക്കേഷനോട്ട് ക്യാപ്കട്ട് നിങ്ങൾ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ക്യാപ്കട്ട് യൂസ് ചെയ്യാം. ബട്ട് നോർമൽ ഫീച്ചേഴ്സ്, നമ്മൾ നോർമലി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീച്ചേഴ്സ്, പ്രോ ഫീച്ചേഴ്സ് ഒന്നും കിട്ടില്ല. പ്രോ ഫീച്ചേഴ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ടോപ്പിൽ. ഞാൻ ഇവിടെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്ന US ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒന്നിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ റീകണക്ട് ആവും. റീകണക്ട് ആയതിനു ശേഷം US അത് കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആയതിനു ശേഷം ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇവിടെ പ്രോ ഫീച്ചർ എന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുത്ത് പ്രോ ഫീച്ചർ എന്ന് എഴുതി കാണിക്കണം. ഇനി അഥവാ ഇവിടെ പ്രോ ഫീച്ചർ എന്ന് എഴുതി കാണിക്കുന്നില്ല, അവിടെ കാണിച്ചാൽ മാത്രം പോരാ. ഈ ഒരു പ്രോ ഫീച്ചർ അവിടെയും വരണം. ഓൾ ടൂൾസ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു ഓപ്ഷനും കൂടി വരും. ഇവിടെ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ ഈ ഒരു പ്രോ ഫീച്ചർ മാത്രം കൊണ്ട് നിങ്ങൾക്ക് ക്യാപ്കട്ട് പ്രോ ഫീച്ചർ ആയിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്യാപ്കട്ട് ക്ലോസ് ചെയ്യുക, എഗെയിൻ ഓപ്പൺ ചെയ്യുക. ഒന്നുകൂടെ ആ പ്രോ ഫീച്ചർ വരുന്ന ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾ ടൂൾസ് എടുക്കാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും മുകളിൽ പ്രോ ഫീച്ചേഴ്സ്, ഓൾ ടൂൾസിൽ ഒരു റെഡ് ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ വീഡിയോ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ പ്രോ. ഇപ്പോൾ പ്രോ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്യാപ്കട്ടിൽ എനേബിൾ ആയിട്ടുണ്ടാവും. ഇനി ഡയറക്റ്റായിട്ട് നിങ്ങളൊരു വീഡിയോ ഓപ്പൺ ചെയ്യാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റാൻഡായിട്ടുള്ളൊരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കാണുന്ന ഒരു മാജിക് ഇവിടെ കാണാം. എഫക്ട്സ് എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ പ്രോ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. വീഡിയോ എഫക്ട്സ് എടുത്ത് കഴിഞ്ഞാൽ കാണാം. ഇവിടെ പ്രോ ഫീച്ചേഴ്സ് ആയിട്ടുള്ളത് നമ്മൾ നോർമലി ഒരിക്കലും കിട്ടില്ല. എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ കാണുന്ന മെയിനായിട്ടുള്ള ഒരു എഫക്റ്റാണ് ഈ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് കേട്ടോ. അതായത് കുറേ റീൽസിലും കാര്യങ്ങൾ ബട്ടർഫ്ലൈ എഫക്റ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ എഡിറ്റിംഗ് പ്രോ ലെവലോട്ട് എത്തിക്കുക. എത്തിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ എഫക്റ്റ് കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ ഡയറക്റ്റ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ആയില്ല, കാരണം പ്രോ ഫീച്ചറിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അടുത്തുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്യുക, ക്യാപ്കട്ട് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുക. എഗെയിൻ നമ്മൾ VPNലോട്ട് തിരിച്ചു വരിക. VPNലോട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ലോസ് ആഞ്ചലസ് സെലക്ട് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തിട്ട് US നിന്ന് പക്കായിട്ട് മാറ്റണം. അപ്പോൾ US നിന്ന് മാറ്റേണ്ടത് നിങ്ങൾ ടോപ്പിൽ ഫസ്റ്റത്തെ ലൊക്കേഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ റീകണക്ട് ആയിട്ട് വേറെ ലൊക്കേഷനിലോട്ട് കാനഡയിലോട്ട് ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ പ്രോ ഫീച്ചർ അവിടെ നിന്ന് പോയോ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇവിടെ കാണാം പ്രോ ഫീച്ചർ ഇവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്യാപ്കട്ട് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ആ പ്രോ ഫീച്ചർ പോകുന്ന വരെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അഥവാ പോകുന്നില്ലെങ്കിൽ, നോർമലി പോകും, ഇനി പോകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ VPNൽ തിരിച്ചു വന്നിട്ട് ഈ കാനഡ ഇവിടെ നിന്ന് മാറ്റിയിട്ട് യുണൈറ്റഡ് കിങ്ഡം അങ്ങനെ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ ലണ്ടനിലോട്ട് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ആയിട്ട് റീകണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റീകണക്ട് ആയി. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്നുകൂടെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുക, ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം ആ പ്രോ ഫീച്ചർ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇവിടെ മുകളിൽ ആ പ്രോ ഫീച്ചർ കാര്യങ്ങൾ ഇനിയിപ്പോൾ മുകളിൽ നോക്കിയാൽ മതി, മുകളിൽ പോയിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ വീഡിയോ ഒന്നുകൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രോ ഫീച്ചർ കാര്യങ്ങൾ കറൻറ്റ്ലി ഇവിടെ അതൊന്നും പോയിട്ടില്ലാത്ത അവിടെ തന്നെ കിട്ടും. എക്സ്പോർട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് എക്സ്പോർട്ടിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കാണാം നേരത്തെ ഇറർ കൂടാതെ നമ്മുടെ ആ ഒരു പ്രോ ഫീച്ചർ അടക്കം നമുക്ക് ഈ ഒരു ട്രിക്ക് വഴി ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗാലറി പോയിട്ട് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് കാണാം ഗാലറി പോയിട്ട് ഞാൻ ആ ഒരു പ്രോ ഫീച്ചർ അടക്കമുള്ള ഒരു പ്രീമിയം എഡിറ്റ്, ആ ഒരു പ്രോ എഡിറ്റ് ചെയ്യാൻ നമ്മളിതിൽ ഒരു ഐഫോണിൽ പേയ്മെൻറ്റ് കാര്യങ്ങളും ചെയ്യാതെ പ്രോ യൂസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതുപോലുള്ള കിഡിലൻ ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, മസ്റ്റായിട്ട് ഒരു കമൻറ്റ് കാര്യങ്ങളെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് ഇനിയും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.